ജമ്മു കാശ്മീർ എന്ന സ്ഥലം നമുക്കെല്ലാവർക്കും വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. വിനോദസഞ്ചാരികൾക്കൊക്കെ ഏറ്റവും പ്രിയങ്കരമായ ഒരു സ്ഥലമാണ് ജമ്മു കാശ്മീർ എന്ന് പറയുന്നത്. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. നമുക്കവിടെ കയറി ചെല്ലുമ്പോൾ, അതായത് കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് ജമ്മു കാശ്മീരിലേക്ക് കയറി ചെല്ലുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ ഭീഷണികളുണ്ട്. അതായത് ഏത് സമയത്ത് വേണമെങ്കിലും പാകിസ്ഥാൻ തീവ്രവാദികൾ അവിടെ ഒരു ആക്രമണം നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് പാകിസ്ഥാൻ വളർത്തുന്ന തീവ്രവാദികൾക്ക് ജമ്മു കാശ്മീരിൽ അവിടുത്തെ താമസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ തന്നെ അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ, താമസ സൗകര്യങ്ങൾ, പണങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2014 നരേന്ദ്രമോദി സർക്കാർ എത്തിയതിനു ശേഷമാണ് മൊത്തത്തിൽ ഒരു ശക്തമായ ഒരു നടപടിയിലേക്ക് കടന്നത്. അതായത് പല പ്രാവശ്യം കേന്ദ്ര സർക്കാർ അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കരുത്. പാകിസ്ഥാന്റെ അതിർത്തി കടന്ന് ജമ്മു കാശ്മീരിലേക്ക് എത്തുന്ന തീവ്രവാദികൾ പല രീതിയിൽ ഇന്ത്യയിലെ നിരപരാധികളായ ജനങ്ങളെ കൊല്ലും, അതുകൊണ്ട് നിങ്ങൾ അവരെ ഒന്നും പ്രോത്സാഹിപ്പിക്കരുതെന്ന് പല പ്രാവശ്യം പറഞ്ഞു. പക്ഷേ അവർ ഒന്നും തന്നെ ചെവി കൊണ്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണ് ഏപ്രിലിൽ പഹൽഗാമിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു ഭീകരാക്രമണം ഉണ്ടായി. വിനോദസഞ്ചാരികളെ അടക്കം കൽമ ചൊല്ലാൻ ആവശ്യപ്പെടുന്നു. അതായത് നിങ്ങൾ ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്ന് ചോദിക്കുന്നു. അതായത് മതം ചോദിച്ചുകൊണ്ട് കൊല്ലുന്നു. മുസ്ലിം ആണെങ്കിൽ കൽമ ചൊല്ലാൻ പറയുന്നു. അതായത് ആണുങ്ങളോട് പെണ്ണുങ്ങളോടത്തൊക്കെ, അതായത് ആണുങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചിട്ട് കൽമ ചൊല്ലാൻ പറയുന്നു. അപ്പോൾ കൽമ ചൊല്ലിക്കഴിഞ്ഞാൽ ഇവൻ മുസ്ലിമാണ്, അതുകൊണ്ട് ഇവനെ കൊല്ലില്ല എന്ന രീതിയിലേക്കാണ് പാകിസ്ഥാൻ തീവ്രവാദികൾ, ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ളവർ, ലഷ്കർ ഇ തോയ്ബ ഉള്ളവർ അങ്ങനെ ചെയ്തു. അപ്പോൾ ഹിന്ദുക്കളെ മാത്രം തിരഞ്ഞുപിടിച്ച് കൊല്ലുന്ന ഒരു സാഹചര്യമായിരുന്നു പഹൽഗാമിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം കേന്ദ്ര സർക്കാർ അന്ന് ശക്തമായ രീതിയിലുള്ള ഒരു നടപടികളിലേക്ക് പോയി. ജമ്മു കാശ്മീരിൽ പാകിസ്ഥാൻ തീവ്രവാദികൾ, അതായത് ലഷ്കർ ഇ തോയ്ബയുടെ ഒരു സഹോദര സംഘടനയുണ്ട്, ദി റെസിസ്റ്റൻസ് ഫ്രണ്ട്, ഇവർക്ക് ഒത്താശ ചെയ്തു കൊടുത്ത, ഇവർക്ക് സൗകര്യം ചെയ്തു കൊടുത്ത, ഇവർക്ക് അവിടെ ഭീകരാക്രമണത്തിനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുത്ത ജമ്മു കാശ്മീരിലെ സാധാരണ ജനങ്ങളുടെ വീട് ഒരു ദയയും ഒരു ദാക്ഷിണ്യവും കൊടുക്കണ്ട, അവർക്ക് ഇനി ഒരു തരത്തിലുമുള്ള ഒരു ദയ കൊടുക്കണ്ട എന്ന രീതിയിലേക്ക് ഇന്ത്യൻ സൈന്യം എത്തുകയും അവരുടെ വീട് ബോംബ് വെച്ച് തന്നെ തകർക്കുകയും ചെയ്തു. ഇന്ത്യൻ സൈന്യം അവരുടെ വീട്ടിലെത്തി, നിങ്ങളുടെ മകൻ തീവ്രവാദികൾക്ക് സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടുകൾ നമ്മൾ ബോംബിട്ട് തകർക്കുകയാണ്, നിങ്ങൾ വീട്ടിലെടുക്കാനുള്ള പ്രധാനപ്പെട്ട എന്തെങ്കിലും ഡോക്യുമെന്റുകൾ, അതായത് രേഖകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോവുക, ഇവിടെ നിന്ന് മാറുക എന്ന് പറഞ്ഞു. അവരുടെ മുമ്പിൽ വെച്ച് തന്നെ വീട് ഇടിച്ചു നിർത്തുകയും അല്ലെങ്കിൽ ബോംബിട്ട് തകർക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. അതിനുശേഷം ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് മനസ്സിലായി, ഇനി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുമുള്ള വാണിംഗ് അല്ലെങ്കിൽ ഒരു നിർദ്ദേശം ഉണ്ടാകില്ല. കേന്ദ്ര സർക്കാർ ഇനി ജമ്മു കാശ്മീരിലെ ഏതെങ്കിലും ഒരു ജനം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചാൽ അവരുടെ വീട് ഇടിച്ചു തകർക്കും, അല്ലെങ്കിൽ ബോംബ് കൊണ്ട് തകർത്ത് മൺപൊടി പോലെ ആക്കുമെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. അതിനുശേഷം അവർ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊരു രീതിയിലേക്ക് കാര്യങ്ങളെത്തി. കൂടാതെ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായ സമയത്ത് ജമ്മു കാശ്മീർ, ശ്രീനഗർ മൊത്തത്തിൽ ഒരു റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ വീടുകളിൽ നിന്നും ആരും പുറത്തിറങ്ങാൻ പാടില്ല, കടകളൊന്നും തന്നെ തുറക്കാൻ പാടില്ല, എല്ലാം അടച്ച് ഒരു ക്ലോസ്ഡ് ഏരിയ ആയിട്ട്, ഒരു അതീവ സുരക്ഷാ മേഖലയായിട്ട് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യം ജമ്മു കാശ്മീർ മേഖലയെ വരിഞ്ഞ് മുറുക്കി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ കച്ചവടക്കാർക്ക് കച്ചവടം കുറഞ്ഞു, വിനോദസഞ്ചാരികൾ വരാതെയായി. അങ്ങനെ അന്നന്ന് ജോലി ചെയ്ത് ജീവിക്കുന്നവർക്ക് അവരുടെ വയറ്റത്തടിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കാര്യം മനസ്സിലായി. അതായത് ജെയ്ഷെ മുഹമ്മദിനും ലഷ്കർ ഇ തോയ്ബയ്ക്കും പാകിസ്ഥാനിലിരിക്കുന്ന ദാവൂദ് ഇബ്രാഹിമിനുമൊക്കെ കാര്യങ്ങൾ മനസ്സിലായി. ഇനി നമുക്ക് പണ്ടത്തെ പോലെ എന്താണ്, ജമ്മു കാശ്മീരിൽ നിന്നും ഈ ആണുങ്ങളെ നമുക്ക് തീവ്രവാദത്തിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യാൻ ആണുങ്ങളെ ഉപയോഗിച്ചാൽ നടക്കില്ല എന്നുള്ള കാര്യം അവർക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായി. അതുകൊണ്ടാണ് ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തോയ്ബയും എന്താണ് പുതിയൊരു പദ്ധതിയുമായിട്ട് അവർ ഇറക്കിയിരിക്കുന്നത്. അതായത് ജമ്മു കാശ്മീരിൽ പുതിയൊരു തീവ്രവാദ ശൃംഖല തന്നെ ഇവർ സ്ഥാപിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. അതായത് വനിതകളെ ഉപയോഗിച്ചുകൊണ്ട് ആണുങ്ങളെ തീവ്രവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള ഒരു നീക്കമാണ് പാകിസ്ഥാനിലെ ചാരസംഘടനയായ ഇന്റർ സർവീസ് ഇന്റലിജൻസ്, അതായത് പാകിസ്ഥാന്റെ ISI ഒരു നീക്കം നടത്തുന്നത്. അതായത് സ്ത്രീകളെ ഇറക്കി ഈ ആണുങ്ങളെ വശീകരിക്കുക. അതായത് എനിക്ക് നിന്നോട് പ്രേമമാണ്, കൂടാതെ സൗഹൃദം നടിച്ച് ഇവരെ പതുക്കെ തീവ്രവാദത്തിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദിന്റെയും അതോടൊപ്പം തന്നെ ലഷ്കർ ഇ തോയ്ബ, ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയ തീവ്രവാദ സംഘടനയിലേക്ക് ഇവരെ കൊണ്ടുവരാനുള്ള ഒരു കൂർമ്മമായ ഒരു നീക്കമാണ് ഇവരിപ്പോൾ നടത്തുന്നത്. ഇതിൽ എന്തായാലും ഏറ്റവും കൂടുതൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ജമ്മു കാശ്മീരിലെ ഒരു ജനതയും ഇനി തീവ്രവാദത്തിലേക്ക് പോകില്ല. കാരണം കൃത്യമായ ഒരു നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും
കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. ജമ്മു കാശ്മീരിൽ നിന്ന് ആരെങ്കിലും തീവ്രവാദ സംഘടനയിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ സ്വത്തുക്കൾ കണ്ടുകിട്ടും, അവരുടെ വീട് ഇടിച്ച് നിരത്തും എന്ന ഒരു കൃത്യമായ ഒരു സന്ദേശം കേന്ദ്ര സർക്കാർ ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾ തീവ്രവാദത്തിലേക്ക് കാലെടുത്ത് വെക്കുകയോ, നിങ്ങൾ തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുകയോ, നിങ്ങൾ തീവ്രവാദത്തിന് വേണ്ടി എന്തെങ്കിലും രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് കോട്ടം തട്ടുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ ശക്തമായ ഒരു നടപടി, ഒരു ദയ ഒന്നും തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്ന ശക്തമായ ഒരു സന്ദേശം കേന്ദ്ര സർക്കാർ നൽകിയതുകൊണ്ട് തന്നെ ഈ പുരുഷന്മാരെല്ലാവരും കൂടെ തന്നെ തീവ്രവാദത്തിലേക്ക് പോകാനും ഇനിയിപ്പോൾ സ്ത്രീകൾ തന്നെ തീവ്രവാദത്തിലേക്ക് പോകാനുമുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമുക്കറിയാം, ഈ ജെയ്ഷെ മുഹമ്മദിന്റെയൊക്കെ ഓരോ കമാൻഡർമാരെയും റോയുടെ ഉദ്യോഗസ്ഥർ, അതായത് അജ്ഞാതർ എന്ന് നമ്മൾ വിളിക്കുന്നവർ ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഏത് നിമിഷവും അവരിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ എങ്ങനെയെങ്കിലും ഒരു തിരിച്ചടി ഇന്ത്യക്ക് നൽകുക എന്നവർ പല രീതിയിൽ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ നടക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.